മീഡിയം സബോള ഫൈനായിട്ട് ചോപ്പ് ചെയ്യണ്ട കേട്ടോ, ഈ രീതിയിൽ കട്ട് ചെയ്താൽ മതി. 3-4 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് വേപ്പില, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ആവശ്യം അരമുറി നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുണ്ടയ്ക്ക എന്ന് പറയും, സുണ്ടക്കായി എന്നൊക്കെ തമിഴിൽ പറയും, ഇംഗ്ലീഷിൽ പറയുന്നത് ടർക്കി ബെറി എന്നാണ്. നമുക്ക് ഇതൊന്ന് ചതച്ചിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഇടികല്ലിലൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് തയ്യാറാക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി. ഇതിലേക്ക് ആദ്യം തന്നെ ചുണ്ടങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉപ്പിടാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാം കേട്ടോ. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് അനീമിയ, അതിന് നല്ലൊരു മെഡിസിൻ തന്നെയാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഒരു എങ്ങനെ വെച്ചു കൊടുത്താലും നല്ലത് തന്നെയാണ്. പിന്നെ പ്രഗ്നന്റ് ആയവര്, കിഡ്നി സ്റ്റോൺ ഉള്ളവരൊക്കെ അത് അവോയ്ഡ് ചെയ്തായിരിക്കും നല്ലത്. കഴിക്കാം, വീക്കിലി വൺസ് എന്ന രീതിയിൽ കഴിക്കാം. ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. വീണ്ടും പാൻ ചൂടാക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ചെറിയ സവാള ഉണ്ടല്ലോ, അതിടുക കേട്ടോ. നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇടാം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും ഇടാം, 2ആയിട്ട് കീഴിട്ട് ഇടാം. നന്നായിരുന്നു ഇളക്കി കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ഒരു തക്കാളി ഉണ്ടല്ലോ, അത് ഇടാം. ഒപ്പം തന്നെ വേപ്പിലയും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കും. പച്ചമണം മാറുമ്പോഴേ നമ്മള് ചതച്ച് വഴറ്റി വെച്ചിട്ടില്ലേ ചുണ്ടങ്ങ, അതിടാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നല്ലൊരു ഭക്ഷണമാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. ചുണ്ടയ്ക്ക് വെച്ചിട്ട് വേറെ വിഭവം ഞാൻ പറഞ്ഞു തരാം. എന്നും ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പൊ നമുക്ക് മാറ്റി മാറ്റി കഴിക്കാം. ഇപ്പൊ ഓരോ ദിവസമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോ ചുണ്ടയ്ക്ക കൊണ്ട് കുറെ വിഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാദ്യം ട്രൈ ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. കറിയുടെ കളർ തന്നെ കണ്ടോ, മാറി. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം, ആവശ്യത്തിന് ഇടുക കേട്ടോ. കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ, ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്രിഞ്ചാളൊക്കെ ഇഷ്ടപ്പെടില്ലേ, വഴുതനങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ലൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പുളി ഇഷ്ടപ്പെടുന്നവർക്കേ 2 ടൊമാറ്റോ ഒക്കെ ചേർക്കാം കേട്ടോ, 2 തക്കാളി ചേർക്കാം. എനിക്ക് അത്രയ്ക്ക് പുളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഒരു തക്കാളിയിൽ ഒതുക്കിയത്. നിങ്ങളുടെ ചോയ്സാണ് പുളി ഇത്ര വേണം എന്നുള്ളത്. ഇപ്പൊ ചുണ്ടങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കേ 1-ാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്താൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സിമ്മിലിടുക. കറി റെഡി ആയി കഴിഞ്ഞു.